എന്തായാലും വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഉടുമ്പൻചോലയിലും 20% മുകളിലേക്ക് പോളിംഗ് കടന്നിരിക്കുന്നു. മണ്ഡലത്തിലെ 6 ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കിയതൊഴിച്ചാൽ വോട്ടെടുപ്പ് സുഗമമായി മുന്നേറുകയാണ്. കാർഷിക തോട്ടം മേഖലകളിലെ രാവിലെ തന്നെ തോട്ടം തൊഴിലാളികളടക്കമുള്ളവർ വോട്ട് ചെയ്യാനെത്തി. മണ്ഡലത്തിലെ മുന്നണി സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ വിവിധ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു. അനീഷ്, ഉടുമ്പൻചോല മണ്ഡലത്തിലെ പോളിംഗ് ശതമാനങ്ങൾ ഇപ്പോൾ എത്രത്തോളമാണ്? ഒപ്പം തന്നെ വോട്ടിംഗ് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉടുമ്പൻചോലയിലും തെരഞ്ഞെടുപ്പ് സുഗമമായിട്ട് മുന്നേറുകയാണ്. രാവിലെ തന്നെ തോട്ടം കാർഷിക മേഖലയിലാണ് വലിയ തിരക്ക് പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടായിരുന്നത്. 201 പോളിംഗ് ബൂത്തുകളാണ് നമുക്ക് ഉടുമ്പൻചോലയിലുള്ളത്. ഇതിൽ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് രാജാക്കാട് മുതലുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ വലിയ തിരക്കാണ് രാവിലെ അനുഭവപ്പെട്ടത്. രാജാക്കാട്, രാജകുമാരി, സേനാപതി, ശാന്തൻപാറ, ഉടുമ്പൻചോല പൂർണ്ണമായിട്ടും കാർഷിക മേഖലയായിട്ടുള്ള ഇവിടങ്ങളിലാണ് വലിയ തിരക്ക് രാവിലെ അനുഭവപ്പെട്ടത്. തോട്ടം തൊഴിലാളികളൊക്കെ ജോലിക്ക് പോകാനും ഇല്ല മറ്റ് ആവശ്യങ്ങൾക്ക് പോകുവാനും ഒക്കെയായി രാവിലെ തന്നെ വോട്ട് ചെയ്തിട്ട് മടങ്ങുന്ന ഒരു കാഴ്ചയാണ്. എന്നാൽ നെടുങ്കണ്ടം പഞ്ചായത്ത് മുതൽ നെടുങ്കണ്ടം, പാമ്പാടുംപാറ, കരുണാപുരം, പാമ്പാടുംപാറ, വണ്ടൻമേട്, അതുപോലെ തന്നെ ഇരട്ടയാർ പഞ്ചായത്തുകളിലൊക്കെ തന്നെ മന്ദഗതിയിലാണ് ഇപ്പോൾ പോളിംഗ് പുരോഗമിക്കുന്നത്. ഏതാണ്ട് ആദ്യ 3 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 20%-ലധികം പോളിംഗ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ ചില തടസ്സങ്ങളൊക്കെ തന്നെ മോക്ക് പോളിന്റെ സമയത്തുണ്ടായിരുന്നു. ഏതാണ്ട് 6ഓളം ബൂത്തുകളിൽ പോളിംഗ് യന്ത്ര സാമഗ്രികൾ പണിമുടക്കിയിരുന്നു. ഉടുമ്പൻചോലയിൽ ഏറ്റവും അധികം മോക്ക് പോളിന്റെ സമയത്ത് 3 ബൂത്തുകളിലാണ് ഇത്തരത്തില് ആദ്യം പണിമുടക്ക് ഉണ്ടായത്. നെടുങ്കണ്ടം പഞ്ചായത്ത് UP സ്കൂൾ 104 നമ്പർ ബൂത്തിലും, അതുപോലെ തന്നെ ശാന്തിഗ്രാം സെൻട്രൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 117 നമ്പർ ബൂത്തിലെയും, ഇരട്ടയാർ സെന്റ് തോമസ് ഹൈസ്കൂൾ 115 നമ്പർ ബൂത്തിലെയും പോളിംഗ് യന്ത്രങ്ങളാണ് വോട്ടിംഗ് യന്ത്രങ്ങളാണ് പണിമുടക്കിയത്. എന്നാൽ അപ്പോൾ തന്നെ VVPAT മെഷീനുകളും VVPAT മെഷീൻ മാറ്റിക്കൊണ്ട് അവിടുത്തെ തടസ്സം ഇല്ലാതാക്കി ഇപ്പോൾ വോട്ടിംഗ് സുഗമമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടുമ്പൻചോലയിലെ 3 മുന്നണി സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഏതാണ്ട് 9 മണിയോടുകൂടി തന്നെ 3 സ്ഥാനാർത്ഥികളുടെയും വോട്ട് ചെയ്ത് അവർ മടങ്ങുകയുണ്ടായി. KK ജയചന്ദ്രൻ LDFന്റെ സ്ഥാനാർത്ഥി കുഞ്ചിത്തണ്ണിയിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. UDF സ്ഥാനാർത്ഥി സേനാപതി വേണു നെടുങ്കണ്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥന് മണ്ഡലത്തിൽ വോട്ടില്ല. അവര് കൂർക്കാഞ്ചേരിയിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിനുശേഷം പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. MM മണി കുഞ്ചിത്തണ്ണിയിലെ അദ്ദേഹത്തിന്റെ സ്വന്തം ബൂത്തിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ഇബ്രാഹിംകുട്ടി കല്ലാർ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം അല്പസമയത്തിനകം മുണ്ടിയൂർമേൽ അദ്ദേഹത്തിന്റെ സമ്മതിദാന അവകാശം വിനിയോഗിക്കും. എന്താണെങ്കിലും ഈ വോട്ടെടുപ്പ് ദിവസവും മുന്നണി സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും എല്ലാം വലിയ ആത്മവിശ്വാസത്തിലാണ്, വലിയ അവകാശവാദങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത്. MM മണി അല്പസമയം മുമ്പ് കുഞ്ചിത്തണ്ണിയിൽ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം പറഞ്ഞത് 100-ലധികം സീറ്റുകൾ നേടി LDF അധികാരത്തിൽ വരുമെന്നുള്ള അവകാശവാദമൊക്കെ തന്നെയാണ്. ഇതേ അവകാശവാദങ്ങളൊക്കെ തന്നെയാണ് ഇത്തവണ എന്താണെങ്കിലും മണ്ഡലം തിരിച്ചുപിടിക്കും. 25 വർഷങ്ങൾക്ക് ശേഷം മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നാണ് UDF നേതാക്കളും വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഇത്തവണ എൻട്രി ഉണ്ടാകും, കേരള നിയമസഭയിൽ എൻട്രി ഉണ്ടാകുമെന്ന് NDA നേതാക്കളും അവകാശപ്പെടുന്നു. എന്താണെങ്കിലും ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാതെ ഇപ്പോൾ വോട്ടെടുപ്പ് സുഗമമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിതിൻ.